ഓ ഗൈസ്, നമ്മളൊരു 15 മിനിറ്റ് നടന്നോട്ടെ, എന്നിട്ട് ഇവിടെ എത്തിയിട്ടില്ല. നമുക്ക് തിരിച്ചു പോകാം. കാരണം നല്ല രാത്രിയായി. വലിയൊരു പുഴയുടെ സൈഡിൽ കൂടെ ഈ കാണുന്ന പുഴ കേട്ടോ, തൊട്ടപ്പുറം ആ കാണുന്ന ഫോറസ്റ്റിൻ്റെ അപ്പുറമല്ല, ഈ കാണുന്ന ഇവിടെ മുതൽ പുഴയാണ്. വെള്ളം വറ്റി കിടക്കുന്നുണ്ട്, ചെറിയ കാട് പിടിച്ച് കിടക്കുന്നതാണ് അങ്ങോട്ട്. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടി അവിടെ പുഴ പോകുന്ന കാണാം. പുഴ ഒഴുകുന്ന സൗണ്ട് നമുക്ക് ഇതാ കാണുന്ന പുഴ ഒഴുകുന്ന സൗണ്ട് നമുക്ക് നന്നായിട്ട് കേൾക്കാം. നമ്മൾ തിരിച്ച് പോരണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 0.2 മൈൽ എന്ന് എഴുതിയിരുന്നത്. 0.2 മൈൽ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മാക്സിമം 1/2 കിലോമീറ്റർ കൂട്ടിയാലും നമ്മൾ 1/2 കിലോമീറ്റർ വന്നു ഇപ്പോൾ, എന്നിട്ടും എത്തിയിട്ടില്ല. പിന്നെയും ഇനി എത്ര പോകണം എന്നുള്ള ഒരു ബോർഡ് അവിടെ ഇല്ല.
അപ്പോൾ പകലാണെങ്കിൽ നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ റോഷ്നിയും ഐഷ അവിടെ തന്നെ ഇരിക്കുകയാണ്. നമ്മൾ തന്നെയാണ് പോന്നേക്കണേ. തന്നെയല്ല, ഇനി അവിടെ വേറൊരു വണ്ടിയില്ല. ദാറ്റ് മീൻസ് ഇവിടെ വേറെ ആൾക്കാരും അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല. ഇനി നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. നമുക്കിനി വണ്ടിയിൽ പോയിട്ട് കാണാൻ പറ്റിയ കാര്യങ്ങളൊക്കെ കാണാം. ഇതുണ്ടല്ലേ, നമുക്ക് അധികം റിസ്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മളറിയില്ലാത്ത സ്ഥലത്ത് നമുക്ക് റിസ്ക് എടുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട്. നമുക്ക് അഡ്വഞ്ചർ വേണം, പക്ഷേ നമ്മുടെ റിസ്ക് ഫാക്ടർ നമ്മളെപ്പോഴും നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. രാവിലെയൊക്കെ വന്നെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ബെയർ സ്പ്രേ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു സ്ട്രോങ് വടി കുറവുണ്ട്. ഒരു വടി വേണം ശരിക്കും, എസ്പെഷ്യലി നമ്മൾ തന്നെ പോരുമ്പോൾ. ഒരു ടീമൊക്കെ ആയിട്ട് വന്നെങ്കിൽ കുഴപ്പമില്ല. മോൻ്റെ ഒരു മുഴക്കം, ഒരു സൗണ്ട് കേട്ടോടാ. അത് ഒരു വലിയ സൗണ്ട് കേൾക്കുന്നുണ്ടായി. ആ കാണുന്ന പുഴയാണ് കേട്ടോ. ഈ പുഴയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. എന്ത് ഫാസ്റ്റായിട്ട് ആ പുഴ ഹൈവേ 199 എത്തും. 3 മൈല് റൈറ്റ് പോയി കഴിഞ്ഞാൽ 6.8 മൈലുണ്ട്. അപ്പോൾ നമുക്ക് ഹൈവേയിലേക്ക് 3 മൈൽ പോയിട്ട് എത്തണയാണ് നല്ലത്. നമുക്ക് ഈ ഫോറസ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കഴിക്കാം, അതാണ് നല്ലത്. 3 മൈലല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുമോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായി പോകില്ല. അപ്പോൾ എത്രയും നേരത്തെ നമുക്ക് മെയിൻ റോഡിലേക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇത് ഇവിടെ ഒരു വീടാണ്.
രാത്രി വെജിറ്റബിൾ പുലാവ് അല്ലേ? ഭയങ്കര വിശപ്പാട്ടോ. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വണ്ടീനെ കുറിച്ച് പറയാനായിട്ടോ സമയമുള്ളൂ അല്ലേ? മോനൊക്കെ ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഇഷ്ടമായി വണ്ടി. കാരണം അവർക്ക് സെൻറ്ററിൽ ഇരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇരിക്കാം, ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ ഒട്ടും ക്ഷീണം നമുക്ക് തോന്നുന്നില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ തോന്നുന്നില്ല, അത്ര അടിപൊളിയാണ്. നല്ല സ്പേഷ്യസ് ആണ്, ഭയങ്കര പവർഫുള്ളാണ് വണ്ടി, നല്ല അടിപൊളിയായിട്ട് എല്ലായിടത്തും കൂടെ കയറി പോവും. പിന്നെ വണ്ടിയുടെ ഒരു കണ്ടീഷൻ മൊത്തത്തിൽ നല്ല സൂപ്പറാണ്, അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. പിന്നെ AC, ഹീറ്റർ, എവറിത്തിങ് വർക്ക് ഗ്രേറ്റ്. അതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ് ഈ വണ്ടിയുടെ കാര്യത്തിൽ. മൈലേജ് അമേസിങ്, രക്ഷയില്ല. പുലാവും തൈരും കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോണേ. പിന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ട്, അതൊക്കെ എപ്പോഴാണ് കഴിക്കുന്നത്? ഫിഷ് ഫ്രൈ നമ്മൾ വച്ചേക്കുവാണ്, കാരണം നമ്മൾ ഇനിയിപ്പോൾ ഇന്ന റൂം എടുക്കണ കാര്യം കൺഫേം അല്ല. അതുകൊണ്ട് എന്തായാലും എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തന്നെയല്ല അടിപൊളി റൈസുമാണ്, നമുക്കത് കഴിക്കാം. ഫുഡ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ സാലഡും അതുപോലെ തന്നെ റൈസും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇച്ചിരി സ്പൈസി ആയിരുന്നു, അതുകൊണ്ട് സ്പൈസി എനിക്കിഷ്ടം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചൂട് പോയിണ്ടായിരുന്നില്ല അത്, അതുകൊണ്ടുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മറ്റേ സ്റ്റീൽ ഫോയിലിൽ വെച്ചില്ലേ അത് ഭയങ്കര ഗുണമായി പോയി. ചൂടോടുകൂടി ഗുഡ് മൂവ്, താങ്ക് യു. നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ്. നമ്മൾ എപ്പോൾ വെച്ചതല്ലേ, ഒരു ഫ്രഷ് ഫുഡ് കഴിച്ചൊരു ഫീലാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്വുഡ് നാഷണൽ പാർക്ക് നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2 ദിവസമായി ഇപ്പോൾ റെഡ്വുഡ് നാഷണൽ പാർക്കിൽ. ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ജഡേഡിയ നാഷണൽ പാർക്കിൽ മാത്രമേ വന്നുള്ളൂ, ജഡേഡിയ സ്റ്റേറ്റ് പാർക്കിൽ മാത്രമേ വന്നുള്ളൂ. അപ്പം ഇവിടെ കുറേ പോയിന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയണേ, നമ്മൾ കുറേ ആ ടെൻറ്റ് എടുത്തുകൊണ്ട് നമ്മൾ കുറേ സേവിങ്സ് നടത്തിയിരുന്നു. ഇന്നത്തെ ഫുഡ് ഫുള്ള് നമ്മൾ ഉണ്ടാക്കി പാർസലാക്കി, അത് ഭയങ്കര ഒരു സേവിങ്സ് ആയി പോയി. നമുക്കിനി 10 മൈലൂടെ പോയി കഴിഞ്ഞാൽ ക്രസൻറ്റ് സിറ്റി എത്തും. ക്രസൻറ്റ് സിറ്റിയിൽ നിന്ന് നേരെ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് പോകാം. സ്മിത്ത് റിവർ നാഷണൽ പാർക്ക് ലീവിംഗ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നിന്നത് സ്മിത്ത് റിവർ നാഷണൽ പാർക്കിൻ്റെ ഏരിയയിലായിരിക്കും. നാട്ടിലേക്കുള്ള ഒരു ഹൈറേഞ്ചിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള സ്ഥലങ്ങൾ പോലുള്ള ഏരിയ ആണ് ഇങ്ങോട്ടേക്ക്. നല്ല രസമാണ് കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ സാൻ ഫ്രാൻസിസ്കോ പിടിക്കുകയാണ്. 2 ദിവസം നമ്മുടെ റെഡ്വുഡ് നാഷണൽ പാർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പോയില്ലെങ്കിൽ നമ്മൾ ലേറ്റായി പോകും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ബോർഡ്, ഒരു ക്രോസിങ് കഴിഞ്ഞു കേട്ടോ. റൈറ്റ് എടുത്ത ഒറീഗോൺ, ലെഫ്റ്റ് എടുത്ത ക്രസൻറ്റ് സിറ്റി. ഒറീഗോൺ ബോർഡ് നമ്മൾ കണ്ടു. ഒറീഗോൺ ബോർഡറിലാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത്. നമ്മളിപ്പോൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് റെഡ്വുഡ് നാഷണൽ പാർക്കിൻ്റെ അകത്തൂടെയാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് എത്ര സ്പീഡിൽ പോയാലും മതിയാവില്ല കേട്ടോ. ഇവരിങ്ങനെ സ്പീഡിൽ പോയി ശീലിച്ചില്ലേ. നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ അകത്തോടെയുള്ള റോഡിൽ കൂടെയൊക്കെ ഒരു പരിധി വിട്ട് സ്പീഡിൽ പോകാൻ ഭയങ്കര മടി. അതായത് നമ്മളിപ്പോൾ ഒരു 50 മൈൽ സ്പീഡിലാണ് പോണത്. ഇത് എന്താ 2 ലൈൻ ട്രാക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ലൈനുള്ളൂ. പക്ഷെ നമ്മുടെ ബാക്കിലൊരു വണ്ടിയുണ്ട്, അവർ ഏകദേശം നമ്മുടെ അടുത്താണ് നിൽക്കുന്നത്. നമുക്ക് ഇതിൽ കൂടുതൽ സ്പീഡിൽ പോകാനായിട്ട് തോന്നുന്നില്ല. നമ്മൾ ആ വണ്ടികളെ കടത്തി വിട്ടു കേട്ടോ. നമുക്ക് ഭാഗ്യത്തിനൊരു ടേൺ ഔട്ട് കിട്ടി, അവിടെ വന്നപ്പോൾ കടത്തി വിട്ടു. പക്ഷെ നമ്മളേ ക്രസൻറ്റ് സിറ്റിയിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ രാത്രിയിൽ പ്ലേസസ് ടു വിസിറ്റ് ഇൻ ക്രസൻറ്റ് സിറ്റി എന്ന് അടിച്ചു അറ്റ് നൈറ്റ്. ഈ വഴി ഏതാണെന്നറിയാമോ? ഈ വഴിയല്ല നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മറ്റേ നമ്മൾ ക്രസൻറ്റ് സിറ്റിയിൽ എത്തി കേട്ടോ. നമ്മളൊരു 1 മണിക്കൂർ ഇവിടെ വണ്ടി നിർത്തിയിട്ടേക്കുമായിരുന്നു കേട്ടോ. അതായത് നമുക്ക് 2 ദിവസം നമ്മളിവിടെ നിന്നിട്ടും ഈ റെഡ്വുഡ് നാഷണൽ പാർക്കിൻ്റെ അകത്ത് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇത് ഭയങ്കര ഒരു കടലാണ് ശരിക്കും പറഞ്ഞാൽ റെഡ്വുഡ് നാഷണൽ പാർക്ക്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 3 ദിവസത്തെ ട്രിപ്പായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ, റെഡ്വുഡ് നാഷണൽ പാർക്കും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മെയിൻ അട്രാക്ഷൻസും കണ്ട് തീർത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാളെ സാൻ ഫ്രാൻസിസ്കോ പോകാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടായിരുന്നു. പക്ഷേ സാൻ ഫ്രാൻസിസ്കോ നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 6 മണിക്കൂർ ഡ്രൈവിൽ വരാം. അത് നമുക്കൊരു 1-2 ദിവസം കൊണ്ട് വന്ന് അവിടെ മുതലുള്ള അങ്ങോട്ടുള്ള നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്ന ഫ്രീവേ 1, സ്റ്റേറ്റ് ഹൈവേ 1 നമുക്കതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാം. ചിലപ്പോൾ നമ്മൾ നാളെ ഇവിടുന്ന് കഴിഞ്ഞ് പോകുമ്പോൾ മിക്കവാറും ആ വഴി പോകും. പക്ഷേ അന്നേരം ഒരു 90% നമ്മൾ ലേറ്റ് ആവും നമ്മൾ ആ വഴി ഫ്രീവേ 1 പോയാലും. അപ്പോൾ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മറ്റൊരു ദിവസം വരാം. കാരണം രാത്രി നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ
നമുക്ക് ഇപ്പോൾ 2 ദിവസം ഇവിടെ നിന്നിട്ട് ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റൗട്ട് ഗ്രോവിൽ നമ്മൾ പോയി, അതുപോലെ തന്നെ ലേഡി ബേർഡ് ജോൺസൺ ഗ്രോവ് ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോയി. പക്ഷെ നമ്മളിവിടെ കയറിയില്ല. അതൊക്കെ ട്രെയിൽസാണ്, അപ്പോൾ നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ജദൈദ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ് പാർക്കിൻ്റെ അടുത്താണ് ഈ സംഭവങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളിലൊന്നും നമുക്ക് പോയെങ്കിലും അതിൻ്റെ അകത്തേക്ക് കയറി ട്രെയിൽസിലൊന്നും കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഏകദേശം നമുക്കൊരു ധാരണയായി അവിടെ എന്താ ഉള്ളതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ ഈ നമ്മൾ റെഡ്വുഡ് നാഷണൽ പാർക്കിൽ മെയിനായിട്ട് കണ്ടിരിക്കേണ്ട സംഭവങ്ങളാണ്. പിന്നെ ഫേൺ ക്യാനിയൻ ഉണ്ട്. ഫേൺ ക്യാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞാൽ നമ്മൾ പോയ നാഷണൽ പാർക്കിൻ്റെ അകത്തൂടെയുള്ള ഒരു ചെറിയൊരു ട്രെയിൽസ്, ഏകദേശം 1.5 മൈലുള്ള ഒരു ട്രെയിൽസ് നമുക്കിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. പിന്നെ അത് ഇനി നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. കാരണം റോഷ്നിക്കാണെങ്കിലും എല്ലാവർക്കും ഈ നടന്നിട്ട് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ വേറെ ട്രെയിൽസൊക്കെ നടക്കാനായിട്ട്. തന്നെയല്ല നമുക്ക് അതിനുള്ള സമയമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ഹൈലൈറ്റ് ആയിട്ടുള്ള അടിപൊളി സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഗോൾഡ് ബ്ലഫ്സ് ബീച്ചുണ്ട്. അതും ഇവിടെ നമുക്ക് നിന്ന് നമുക്ക് സമയം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വരുന്നുണ്ട് ഇവിടെ US-ലുള്ള ആളുകൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡേയ്സ് നിൽക്കുമ്പോൾ നിങ്ങൾക്കിതെല്ലാം കവർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ 2 ഡേയ്സിൽ നമ്മളിപ്പോൾ മാക്സിമം കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഒന്ന് നമുക്ക് ഇവിടെ തന്നെ, ഇപ്പോൾ നമ്മൾ ക്രസൻറ്റ് സിറ്റിയിലാണ് നിൽക്കുന്നത്, ഇവിടുന്ന് നമുക്ക് വളരെ അടുത്തായിട്ട് പോകാൻ പറ്റിയ സ്ഥലം ട്രീസ് ഓഫ് മിസ്റ്ററി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ പോയി അതിൻ്റെ വീഡിയോ കണ്ടായിരുന്നു നിങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറിയില്ല, കാരണം നമ്മൾ ചെന്നപ്പോൾ അവിടെ ക്ലോസ് ആയിപ്പോയി. അപ്പോൾ നമ്മളിവിടെ നാളെ ട്രീ ഓഫ് മിസ്റ്ററി ഫസ്റ്റ് ക്രസൻറ്റ് സിറ്റിയിൽ കാണും. പിന്നെ അതിന് ശേഷം നമ്മൾ അവന്യൂ ഓഫ് ജൈൻസിൽ പോകും. അത് ഇവിടുന്ന് ഏകദേശം ഒരു 130 മൈലോണുണ്ട്. 130 മൈലല്ലേ ഏകദേശം? 130 മൈലുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട്. പിന്നെ അവിടുന്ന് നമ്മൾ വീണ്ടും ലെഗറ്റിലേക്ക് പോകും. അത് നമുക്ക് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് അടുത്തുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് ഈ നമ്മുടെ കാലിഫോർണിയ സ്റ്റേറ്റ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ഈ ഡ്രൈവ് ത്രൂ ട്രീയും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് അതുകൂടെ കണ്ടതിന് ശേഷം നമുക്ക് നാളത്തെ പരിപാടികൾ അവസാനിപ്പിക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്രസൻറ്റ് സിറ്റിയിൽ തന്നെ നിൽക്കാമെന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അപ്പോൾ ഹോട്ടലിലേക്ക് പോവാം. നമുക്ക് സേഫ് വേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചേ. ഇവിടെ നിന്ന് നമുക്ക് ഐസ് വാങ്ങണം നമ്മുടെ കൂളറിൽ വയ്ക്കാനായിട്ട്. ഐസ് വാങ്ങി ഇട്ടു കേട്ടോ. ഇവിടുത്തെ ഐസ് ഒരു പാക്കറ്റിൽ ചെറുതിൽ തന്നെ ഒരു പാക്കറ്റിൽ 3 ഉണ്ട്. 540. നമുക്ക് അവിടെയാണെങ്കിൽ $3 $350 ആണെന്ന് തോന്നുന്നു മറ്റേ 7-Eleven. പക്ഷെ അന്ന് കോസ്കോയിൽ മേടിച്ചപ്പോൾ ഭയങ്കര റേറ്റ് കുറവായിരുന്നു. വലിയ പാക്കറ്റിന് 350 ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹോട്ടലിൻ്റെ പേര് ലൈറ്റ് ഹൗസ് ഇൻ എന്നാണ്. നമ്മൾ മോട്ടൽ 6 ആണ് ഇവിടെ ഏറ്റവും റേറ്റ് കുറഞ്ഞ് കാണിക്കുന്നത്. ഇവിടെ അത് $65 $65 പ്ലസ് ടാക്സ് ഒരു 73 ഒക്കെ വരും. അപ്പോൾ ഇതിനൊരു $10-15 കൂടുതലുള്ളൂ. പക്ഷേ ഇതിന് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ഉണ്ട്. ഇവിടുന്ന് റേറ്റ് ആണോ നോക്കി. ഈ ഒരു $15 വ്യത്യാസത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് അവിടെ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എല്ലായിടത്തും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ച് കയറി കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ ഒരു എന്തൊരു ബിസ്ക്കറ്റ് പോലത്തെ സംഭവം ഒരു കോഫി ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ ഇത് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നു. എൻ്റെ ഫോട്ടോയെ കണ്ടപ്പോൾ കുഴപ്പമില്ല. പക്ഷെ എന്നാലും അതിൻ്റെ അതും കാര്യമായിട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ബ്രെഡും എന്തൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും സ്റ്റിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ റോഷനിക്കും ടയേർഡാണ്. അപ്പം റോഷനിക്ക് ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ പ്രധാനമായിട്ട് ഭയങ്കര തണുപ്പാണ് ഇവിടെ, രാത്രി രക്ഷയില്ല. അപ്പോൾ ഈ തണുപ്പത്ത് നമുക്ക് ക്യാമ്പിങ്ങിൽ നേരെയല്ലേ മോട്ടൽ 6 ഇവിടെയാണ്. ഇത് ക്യാമ്പിങ്ങിൽ തണുപ്പ് തന്നെയുള്ള അത്രയും എക്യുപ്ഡ് അല്ല നമ്മൾ. ഇപ്പോൾ നമ്മൾ വാങ്ങിയേക്കുന്ന ഒരു എന്താ പറയുക സ്ലീപ്പിംഗ് ബാഗൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. നമുക്ക് വാങ്ങണ സമയത്തൊക്കെ നമുക്ക് ഇത് തന്നെ വേണമെന്ന് തോന്നും. പക്ഷേ ഇത് ഇവിടെ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവണേ നമുക്കത് പോരാ. അപ്പം നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ലീപ്പിംഗ് ബാഗൊക്കെ വേണം. അതുപോലെ തന്നെ കുറച്ചുകൂടി അത് തന്നെ കറക്റ്റ് വിൻ്ററിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇത് വേണം. സമ്മറിൽ ഇത് മതിയാവും. കറക്റ്റാണ്. നമ്മൾ എക്സ്പീഡിയയിലാണ് ബുക്ക് ചെയ്തത്. അതിൻ്റെ റേറ്റിംഗ് ഒരു 8.4 ആണ് വരുന്നത്. അപ്പോൾ ഇത്തിരി റേറ്റിംഗും ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു $10-15 വ്യത്യാസമല്ലേ.
ലൈറ്റ് ഹൗസിന് ലൈറ്റ് ഹൗസ്. എന്താണ് നമ്മുടെ വണ്ടി? യെസ്, ലൈറ്റൊക്കെ ഇട്ടു. അടിപൊളി വലിയ റൂം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. നല്ല റൂം കേട്ടോ. നമ്മൾ ഇന്നലെ താമസിച്ച മോട്ടൽ 6-നേക്കാളും റൂം വലിപ്പമുണ്ട്, ബെഡുകൾ വലിപ്പമുണ്ട്. ഇതൊരു ക്യൂൺ സൈസിൻ്റെ അത്രയുണ്ട്. ഇത് കണ്ടില്ലേ, 2 കസേര, വർക്കിംഗ് ടേബിള്, പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം, TV, കണ്ണാടികൾ 2 ഇരിക്കാനൊരു സോഫ, സൈഡ് ടേബിളുകൾ. റൂമിൻ്റെ അകത്ത് തന്നെ വാഷ് ബേസിനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ടത്, ഇവിടെ എല്ലായിടത്തും നമുക്ക് ഈ ഓവൻ ഉണ്ടാവും, പിന്നെ ഫ്രിഡ്ജ് ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഒരു പിസ്സ മേടിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഹീറ്റാക്കി നമുക്ക് കഴിക്കാം. പിന്നെ വാഷ്റൂം അടിപൊളി നീറ്റ്, നല്ല വാഷ്റൂം. മോട്ടൽ 6-നേക്കാളും വലുപ്പമുണ്ട്. 4 ടവൽ വെച്ചിട്ടുണ്ട്. വർത്ത് സ്റ്റേയിങ് ഹിയർ ഫോർ ദിസ് പ്രൈസ്. നമ്മൾ പണ്ട് എക്സ്റ്റെൻഡഡ് സ്റ്റേയിൽ ഒരു ദിവസം $125-150 കൊടുത്തിട്ടാണ് ഇവിടെ വന്ന സമയത്ത് ഒരു മാസത്തോളം നമ്മൾ താമസിച്ചത്. അങ്ങനെ ഒരു മാസം വലിയൊരു എമൗണ്ട്, നമ്മൾ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് നമുക്കിവിടെ വീട് കിട്ടാതെയായിട്ട് ഒരു മാസം നമ്മൾ ആ എക്സ്റ്റെൻഡഡ് സ്റ്റേയിൽ താമസിച്ചു. അന്നും നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ ഇല്ല. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു ലോസ് ആഞ്ചൽസിൽ നമ്മൾ മാക്സിമം ചെക്ക് ചെയ്തായിരുന്നു. ലോസ് ആഞ്ചൽസിൽ നമുക്ക് ഈ റേറ്റിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങളാരെങ്കിലും വരുവാണെങ്കിൽ പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് താമസിക്കേണ്ടതായിട്ടില്ല എങ്കിൽ, ഇതൊരു വലിയൊരു പോയിന്റ് കേട്ടോ. താമസിക്കേണ്ട ഒരു ഇന്ന ഏരിയയിൽ താമസിക്കണമെന്ന് നിർബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് ടൂറിസ്റ്റ് പ്ലേസിൽ ഓഫ് സീസണിൽ പോയാൽ മതി. ഇപ്പോൾ ഇവിടെ തണുപ്പ് സമയത്ത് ഇത്തിരി ഓഫ് സീസണാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ താഴെ ഇതിൻ്റെ റിസപ്ഷനിൽ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ ചോദിച്ചു ഇവിടുത്തെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറാണ്. ഈ തണുപ്പ് സ്ഥലത്ത് സീസൺ എന്ന് പറഞ്ഞാൽ സമ്മറാണ്. അപ്പോൾ ഇവിടുത്തെ സമ്മറിൽ റേറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 175 ഒക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഡെസേർട്ടായിട്ടുള്ള ഏരിയല്ലേ, നമ്മുടെ പാം സ്പ്രിങ്സ് ഒക്കെ പോയില്ലേ, അവിടെയൊക്കെ സമ്മർ സീസണിൽ തിരക്ക് കുറവായിരിക്കും. വിൻ്റർ സീസണിലാണ് അവിടെ തിരക്ക് കൂടുന്നത്. അപ്പോൾ സമ്മർ സീസണിൽ നിങ്ങൾ ആ ഏരിയയിൽ പോയി റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെയും റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഇവിടെ ടൂറിസ്റ്റായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയൊരു ഐഡിയ ആണിത്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കണം. അത് എവിടെയാണെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യണമല്ലോ. അപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. റെഡ്വുഡ് നാഷണൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടൂറ് എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ്. ഈ റൂമിനിപ്പോൾ നമുക്ക് റേറ്റ് 88 നമുക്ക് വന്നത്. അത് പ്ലസ് ടാക്സും കൂടെ വന്നപ്പോൾ 97 വന്നു. എന്തായാലും ഈ റേറ്റിന് ഈ ഹോട്ടലൊക്കെ നമുക്ക് വളരെ വർത്താണ്. കാരണം ഈ റേറ്റിന് നമുക്ക് ഇവിടെ കിട്ടില്ല. പിന്നെ എനിക്ക് ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതൊരു ഇത്തിരി ഒരു ഓഫ് കളറാണ്, എനിക്ക് ഇഷ്ടമല്ല. ഒരു ബ്രൈറ്റ്നെസ് ഇല്ല. പിന്നെ ബെഡും എനിക്ക് അത്രയും കൂടെ എന്നിട്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഭയങ്കര നല്ല അടിപൊളി ഡീലക്സ് ബെഡ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കിത് മതി കേട്ടോ. ആ കൊള്ളാലോ. ഇവിടെ നല്ല കോഫി മെഷീനും കണ്ടുപിടിച്ചിട്ടോ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ
ബ്ലോവർ ഉണ്ടല്ലേ, അത് ഹീറ്റർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴാണെങ്കിലും കോഫി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഐഷയാണ് കണ്ടുപിടിച്ചത് ആദ്യം. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ നമുക്ക് അയൺ ചെയ്യാനുള്ള ടേബിളുണ്ട്, അയൺ ബോക്സ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും പുറത്ത് ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. തന്നെ താഴെ ലോണ്ടറി ഉണ്ട് അല്ലേ? ഓക്കെ. നമ്മൾ കുളിച്ച് ഫ്രഷായി എല്ലാവരും കിടന്നു. ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കിടക്കാറായി. നമുക്ക് നാളെ കിടക്കാം. ഗുഡ് നൈറ്റ്.